അല്ലാഹുവിന്റെ ഖുർആൻ വെറുതെ ഓതിയാൽ അതിന് കൂലിയുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ അതിന്റെ അർത്ഥമറിഞ്ഞ് ഓതുമ്പോൾ, വിശേഷിച്ച് അർത്ഥമറിയുന്നവർ, മുതഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ, ഉസ്താദുമാർ, പണ്ഡിതന്മാർ, അവരത് അർത്ഥമറിയാതെ ഓതുകയാണെങ്കിൽ ഒരുപക്ഷെ വിശുദ്ധ ഖുർആനിനോട് അനാദരവ് കാണിക്കുകയായിരിക്കും അത്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ വചനം അല്ലാമ ഇബ്നു അബ്ദുൽ ബർ എന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അലാ ലാ ഖൈറ ഫീ ഇബാദ തഫഖുഹ്, കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചെയ്യുന്ന ഇബാദത്തിൽ ഉപകാരമില്ല, കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചെയ്യുന്ന ഇബാദത്തിൽ ഫലമില്ല. വലാ ഫീ ഇൽമിൻ ലൈസ ഫീഹി തഫ്ഹീം, ശരിയായി മനസ്സിലാക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാത്ത ഇൽമിൽ യാതൊരു ഉപകാരവുമില്ല. വലാ ഫീ ഖിറാഅത്തിൻ ലൈസ ഫീഹാ തദബ്ബുർ, ചിന്തിച്ചാലോചിക്കാതെ ഓതുന്ന ഖിറാഅത്തിൽ യാതൊരു കാര്യവുമില്ലെന്ന് പറഞ്ഞത് മഹാനായ ഹബീബിന്റെ പുതിയാപ്പിള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. ലാ ഖൈറ ഫീ ഖിറാഅത്തിൻ ലൈസ ഫീഹാ തദബ്ബുർ, വിശുദ്ധ വചനങ്ങളെ ആഴത്തിൽ ചിന്തിക്കാതെ ഓതുന്ന ഓത്തിൽ യാതൊരു കാര്യവുമില്ലെന്ന് പറഞ്ഞത് അലി റളിയല്ലാഹു അൻഹു ആണ്. അല്ലാഹു കൂലി തന്നേക്കും. പക്ഷേ ആ വിശുദ്ധ വചനം അർഹിക്കുന്ന, വിശുദ്ധ ഖുർആൻ അർഹിക്കുന്ന ഒരു തദബ്ബുർ, ഖുർആനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് വേണം. അതുകൊണ്ടാണ് മഹാന്മാർ ഒരുപാട് ഓതിപ്പോകലല്ല കാര്യം, ഓതുന്നത് അർത്ഥമറിഞ്ഞറിയലാണ് കാര്യം. മഹാനായ ഹബ്റുൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട പ്രഗൽഭനായ പണ്ഡിതൻ, സ്വഹാബിമാരിലെ ആലിമായ അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുമായിരുന്നു, ലഅൻ അഖറഅ ഇദാ സുൽസിലത് വൽ ഖാരിഅ, ഇദാ സുൽസിലത് എന്ന സൂറയും അൽ ഖാരിഅതു മൽ ഖാരിഅ എന്ന സൂറയും ഓതലാണ്. അത് ചിന്തിച്ച് ഞാൻ ഓതിപ്പോകുന്നതാണ്. അഹബ്ബു ഇലയ്യ മിൻ അൻ അഖറഅ അൽ ബഖറ വ ആല ഇംറാന തഹ്ദീറാ, അർത്ഥമറിയാതെ സൂറത്തുൽ ബഖറയും അർത്ഥം ചിന്തിക്കാതെ ആലു ഇംറാനും ഞാൻ ഓതിപ്പോകുന്നതിനേക്കാളും ഖൈർ ഞാൻ ചിന്തിക്കുന്നത് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها. വിശുദ്ധ ഖുർആൻ അന്ത്യനാളിന്റെ അടയാളങ്ങളെ കൺമുമ്പിൽ കാണുന്ന പോലെ പരിചയപ്പെടുത്തിയ സൂറത്തു സൽസലയും അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ يوم يكون الناس كالفراش المبثوث. അന്ത്യനാളിന്റെ അടയാളങ്ങളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഈ രണ്ട് കൊച്ചു സൂറകളും അർത്ഥമറിഞ്ഞ് ഓതലാണ്. അർത്ഥം ചിന്തിക്കാതെ വെറുതെ അൽ ബഖറയും ആലി ഇംറാനും ഓതുന്നതിനേക്കാളും എനിക്കിഷ്ടമെന്ന് പറഞ്ഞത് സ്വഹാബിമാരിലെ ആലിമായ സ്വഹാബി, തങ്ങളായ സ്വഹാബി മഹാനായ അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അതുതന്നെയാണ് ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബി, ആലിമുൻ മിൻ ഉലമാഇ സ്വഹാബ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലഅൻ അഖറഅൽ ഖുർആന ഫീ ശഹ്രിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഖറഅഹു ഫീ 15. 15 ദിവസം ഖുർആൻ പൂർത്തിയാക്കാൻ എടുക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ആലോചിച്ച് ഒരു മാസമെടുത്ത് ഖുർആൻ ഓതലാണ്. 15 ദിവസം ആലോചിച്ചോതലാണ് 10 ദിവസം ഓതുന്നതിനേക്കാളും എനിക്കിഷ്ടം. വല അൻ ഖറഅഹു ഫീ 10 അഹബ്ബു ഇലയ്യ മിൻ അൻ ഖറഅഹു ഫീ 7. 7 ദിവസം എടുത്ത ഖുർആൻ മുഴുവൻ ഓതി തീർക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം അർത്ഥം ചിന്തിച്ച് 10 ദിവസം ഓതലാണ് എന്നിങ്ങനെ മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത്. അല്ലാഹുവിന്റെ ഈ വചനാമൃതം ഇത് മനം കവരുന്നതാണ്. ഇത് ഹൃദയത്തോട് അല്ലാഹു സംസാരിക്കുകയാണ്, നമ്മുടെ ചിന്തകളോട് അല്ലാഹു സംവദിക്കുകയാണ് ഖുർആൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ വചനങ്ങളെ നമ്മൾ അർത്ഥമറിയാൻ ഇനി സമയം കണ്ടെത്തുക. നമ്മളൊക്കെ ഓതാൻ പഠിച്ചവരാണ്, അൽഹംദുലില്ലാഹ്. നമ്മുടെ മക്കൾക്ക് പോലും ഓതാൻ അറിയാം. ഇനി നമുക്കതിൻ്റെ അർത്ഥം കൂടെ പഠിക്കണം, തഫ്സീറുകൾ പഠിക്കണം, ആശയങ്ങൾ അറിയണം. അപ്പോഴല്ലേ ലോകത്തിന്റെ സട്ടാവ് ഈ വചനങ്ങളിലൂടെ നമ്മോട് എന്താണ് പറയുന്നത് എന്ന് ഓർക്കാൻ കഴിയൂ. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على
سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.